ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കോപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് മോക്ക് ടെസ്റ്റാണ്, ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് തന്നെയാണോ എന്ന് നോക്കണം കേട്ടോ. അതായത് കോപ്പറേഷൻ്റെ ആദ്യ ഭാഗം, കോപ്പറേറ്റീവ് എക്കണോമിക് സിസ്റ്റം ഒക്കെ ഇല്ലേ, ആ ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്, 50 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക, മാർക്കൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണാൻ ഒന്നെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റവും പിന്നെ അതുപോലെ തന്നെ ആ ഭാഗത്തെ ചോദ്യങ്ങളാണ് കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഉത്തരം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ എഴുതി നോക്കുക, എന്നിട്ട് പിന്നെ ഉത്തരമായിട്ട് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ്? Which system is based on the principle of self-interest, exploitation and maximization of profit? Option A, trade unionism. Option B, cooperation. Option C, socialism. Option D, capitalism. ഉത്തരം കിട്ടിക്കാണോ അല്ലേ? എളുപ്പമാണല്ലോ. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി, ക്യാപിറ്റലിസം ആണല്ലേ വരുന്നത്. ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് സെൽഫ് ഇൻട്രസ്റ്റും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ അവരുടെ ഫീച്ചറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഫോളോയിങ്. കോപ്പറേഷൻ ഈസ് മോർ അക്കിൻ ടു സോഷ്യലിസം. കമ്മ്യൂണിസം ഈസ് ദ ഹാഫ് വേ ഹൗസ് ബിറ്റ്വീൻ സോഷ്യലിസം, ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം ആർ ഡെമോക്രാറ്റിക് ഇൻ ക്യാരക്ടർ. ഇതിലേതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാണോ, അത് ഒന്നും രണ്ടുമാണോ, രണ്ട് മാത്രമാണോ, രണ്ടും മൂന്നുമാണോ? ഏതാണ് ഉത്തരമായിട്ട് വരിക? കോപ്പറേഷൻ ഈസ് മോർ അക്കിൻ ടു സോഷ്യലിസം, അത് കറക്റ്റാണ് അല്ലേ? തെറ്റല്ല. പിന്നെ സാമ്യതയുണ്ട് അവർ രണ്ടും, കോപ്പറേഷനും സോഷ്യലിസവും തമ്മിൽ ശരിക്കും സാമ്യതയുണ്ട്. കമ്മ്യൂണിസം ഈസ് ദ ഹാഫ് വേ ഹൗസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കോപ്പറേഷനും സോഷ്യലിസവും ഡെമോക്രാറ്റിക് ഇൻ ക്യാരക്ടർ എന്ന് പറഞ്ഞതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് വരുന്നത് 2 ഓൺലി ആണ് കേട്ടോ. ഏതാണ് വരുന്നത്? 2 ഓൺലി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് ഓർഡർ വേർ വാരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ. ആരാണ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് വായിക്കാം, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി സൊസൈറ്റി, ഓപ്ഷൻ സി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, ഓപ്ഷൻ ഡി പബ്ലിക് എൻ്റർപ്രൈസസ്. ഉത്തരം പറയാം അല്ലേ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസാണ് ഈ ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ഹാപ്പി ഗോൾഡൻ മീൻ ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ഏതാണ് ഹാപ്പി ഗോൾഡൻ മീൻ എന്ന് പറഞ്ഞത്? കമ്മ്യൂണിസം ആണോ, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണോ, കോപ്പറേഷൻ ആണോ, കോർപ്പറേഷൻ ആണോ? ഏതാണ്? സഹകരണമാണ് അല്ലേ? കോപ്പറേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. കോപ്പറേഷൻ ഈസ് ദ ഹാപ്പി ഗോൾഡൻ മീൻ. അതായത് ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒക്കെ ഇടയിലുള്ള ഒരു ഹാപ്പി ഗോൾഡൻ മീനാണ്. അവർക്കൊക്കെ ഉള്ള നല്ലൊരു വഴിയാണ് കോപ്പറേഷൻ. ദർ ഈസ് സിമിലാരിറ്റി ബിറ്റ്വീൻ, നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ദർ ഈസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം ഇൻ റെസ്പെക്റ്റ് ഓഫ്. എന്താണ് സിമിലാരിറ്റി ഉള്ളത്? മ്യൂച്വൽ ഹെൽപ്പ്, സർവീസ് മോട്ടീവ്, ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, എക്സ്പ്ലോയിറ്റേഷൻ. ഏതാണ് കോപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ്? മ്യൂച്വൽ ഹെൽപ്പ് ആണോ? മ്യൂച്വൽ ഹെൽപ്പ് ക്യാപിറ്റലിസത്തിലുണ്ടോ? ഇല്ല. സർവീസ് മോട്ടീവ് ക്യാപിറ്റലിസത്തിലില്ല, ബിക്കോസ് അവർക്ക് ഹയസ്റ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യണം. പക്ഷേ കോപ്പറേഷനിലുണ്ട്. പിന്നെ ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതുണ്ടോ? ഹോൾഡിംഗ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടോ? ഉണ്ട് അല്ലേ? പ്രൈവറ്റ് പ്രോപ്പർട്ടി രണ്ട് കൂട്ടർക്കും ഉണ്ടാക്കാം, പക്ഷേ സോഷ്യലിസത്തിൽ കഴിയില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ സോഷ്യലിസം സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് സിമിലാരിറ്റി എന്ന് പറയാം. എക്സ്പ്ലോയിറ്റേഷൻ പിന്നെ കോപ്പറേഷനിൽ ഇല്ല, ക്യാപിറ്റലിസത്തിൽ അതേ ഉള്ളൂ അല്ലേ? ഓക്കെ,
അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ ഈസ് ഫൗണ്ട് ഇൻ കോമൺ ഇൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം? ഇവിടെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? സെൻട്രലൈസ്ഡ് ആൻഡ് അരിസ്റ്റോക്രാറ്റിക് ആണോ? സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ? സെൽഫ് ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പും ഉണ്ടോ? ഇൻഡിവിജ്വൽ ലിബർട്ടി ഉണ്ടോ? ഇതിലേതാണ് കോമൺ ആയിട്ട് ഫൗണ്ട് ചെയ്യുന്ന ഫീച്ചർ? ഏതാണ് പറയട്ടെ. ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ് എന്ത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഫീച്ചർ കേട്ടോ. സെൻട്രലൈസ്ഡ് ആൻഡ് അരിസ്റ്റോക്രാറ്റിക് മൂവ്മെൻറ്റ് എവിടെ ഇല്ല? കോപ്പറേഷനിലില്ല. സെൽഫ് ഇൻട്രസ്റ്റിനല്ല കോപ്പറേഷൻ പ്രാധാന്യം കൊടുക്കണം, ഗ്രൂപ്പാണ് അല്ലേ. അവർ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സാണ് അവർ വർക്ക് ചെയ്യുന്നത്. സെൽഫ് ഹെൽപ്പ് മ്യൂച്വൽ ഹെൽപ്പും ഉണ്ട്, പക്ഷെ അത് എവിടെ ഇല്ല? ക്യാപിറ്റലിസത്തിലില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് വൺ ഓഫ് ദ എക്കണോമിക് മിറാക്കിൾസ് ഓഫ് ലാസ്റ്റ് സെഞ്ച്വറി? അത് വളരെ നല്ലൊരു ചോദ്യമാണ്, എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ. കോപ്പറേഷനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം? ഏതാണ് ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞത്? ഏതാണ്? ക്യാപിറ്റലിസം അല്ലേ. ക്യാപിറ്റലിസം ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് കോപ്പറേഷൻ ഈസ്? കോപ്പറേഷൻ്റെ ബേസിക് ഐഡിയ എന്താണ്? ബിഹൈൻഡ് കോപ്പറേഷൻ ഈസ് പ്രോഫിറ്റ് മേക്കിംഗ്, റെവല്യൂഷൻ, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, ഇക്വാളിറ്റി ടു ഓൾ പീപ്പിൾ. ഏതാണ്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ് കേട്ടോ. ഇക്വാളിറ്റി ടു ഓൾ പീപ്പിൾ ഒന്നും കോപ്പറേഷൻ പറയുന്നില്ല. കോപ്പറേഷൻ ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദെയർ മെമ്പേഴ്സ്, അവരുടെ ഇക്വാളിറ്റിയും അവരുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഡാഷ് ഈസ് ദ മോട്ടോ ഓഫ് ക്യാപിറ്റലിസം? ഇനി ക്യാപിറ്റലിസത്തിൻ്റെ മോട്ടോ എന്താണ്? ഇവിടെ കോപ്പറേഷൻ്റെ മോട്ടോ ആണ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റലിസത്തിൻ്റെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസം എന്താണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ക്യാപിറ്റലിസത്തിൻ്റെ മോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്താണ്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോൾ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Capitalism as a system depends for existence on certain fundamental points. Consider the following and find out the correct one. ക്യാപിറ്റലിസം ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിസ്റ്റൻസ് ഓൺ സർട്ടൻ ഫണ്ടമെൻ്റൽ പോയിൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യാനാണ്. അതെന്താണെന്നാണ് ചോദിച്ചു. ഇതിലേതാണ് കറക്റ്റ് വൺ? ഏതാണ്? റൈറ്റ് ഓഫ് ഫ്രീ ഇൻഹെറിറ്റൻസ് ആണോ? റൈറ്റ് ഓഫ് ഫ്രീ എൻ്റർപ്രൈസ്, റൈറ്റ് ഓഫ് കോൺട്രാക്ട്? ഇതൊക്കെ ഈ പോയിൻറ്റുകളെല്ലാം എന്താണ്? ക്യാപിറ്റലിസം എക്സിസ്റ്റൻസ് ചെയ്യുന്നതിനുള്ള കാരണങ്ങളാണ്. സോ ഇവിടെ ആൻസറായിട്ട് വരിക എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ ആൻസറായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഇനി നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് ഓണർഷിപ്പ് ഫീച്ചർ അല്ലേ. പിന്നെ വൈൽഡ് ഗൾഫ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ, അത് ഫീച്ചറാണോ? അത് കഴിഞ്ഞാൽ അടുത്തത് പ്രോക്സി ഈസ് നോട്ട് അലൗഡ്, അത് ഫീച്ചറാണോ? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മെൻ, ഏതാണ്? ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ ഏതാണ് ഉത്തരം? പ്രോക്സി ഈസ് നോട്ട് അലൗഡ്. ബിക്കോസ് ഇവിടെ ഉത്തരം പ്രോക്സി ഈസ് അലൗഡ് ആണ്. കാരണം ക്യാപിറ്റലിസത്തിൽ പ്രോക്സി അലൗഡാണ്, നമ്മുടെ കോപ്പറേഷനിലാണ് പ്രോക്സീനെ സമ്മതിക്കാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ അതല്ലേ അല്ലാത്തത്. പ്രൈവറ്റ് ഓണർഷിപ്പ്, വൈൽഡ് ഗൾഫ് ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ, പിന്നെ അതുപോലെ പ്രോക്സി ഈസ് അലൗഡ് എന്നാണ് ക്യാപിറ്റലിസത്തിൽ പറയേണ്ടത്. ഓക്കെ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മെൻ, അത് പിന്നെ ഉള്ളത് തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രധാന ഫീച്ചറാണത്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മെൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ ഈസ് ഫൗണ്ട് ഇൻ കോമൺ ഇൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം? കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഓക്കെ, സെൻട്രലൈസ്ഡ് നമ്മൾ സംസാരിച്ചതാണ് അല്ലേ. അതേ സെയിം ക്വസ്റ്റ്യൻ ആണോ എന്നറിയില്ല. സെയിം ആണ്. ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ് അല്ലേ. ഇൻഡിവിജ്വൽ ലിബർട്ടിയാണ്, അതേപോലത്തെ ചോദ്യം തന്നെയാണ്. ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് തന്നെയാണ് കോമൺ ആയിട്ട് ഫൗണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസത്തിൻ്റെ അഡ്വാൻറ്റേജ് ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ എ പറയുന്നത് റിവാർഡ് ഗെയിൻഡ് ഓൺ മെറിറ്റ്സ്. നെക്സ്റ്റ് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഹാവ് ഓൺലി എയിം ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. പിന്നെ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ടു അഡാപ്റ്റ് ചേഞ്ചസ് മാർക്കറ്റ് സിറ്റുവേഷൻസ്. ഇതൊക്കെ എന്താണ്?
ഇതൊക്കെ ശരിക്കും ക്യാപിറ്റലിസത്തിൻ്റെ അഡ്വാൻറ്റേജസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓൾ ഓഫ് ദീസ് എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, കാരണം ഇതെല്ലാം ക്യാപിറ്റലിസത്തിൽ വരുന്ന കാര്യങ്ങളാണ്. റിവാർഡ് ഗെയിൻഡ് ഓൺ മെറിറ്റ്സ്, പിന്നെ അതുപോലെ ഇൻഡിവിജ്വൽസിന് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആണ് എയിം ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ ആണ്, അത് അഡാപ്റ്റ് മാർക്കറ്റ് സിറ്റുവേഷൻസിനനുസരിച്ച് ചേഞ്ചസ് ഒക്കെ നടത്തും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പൊളിറ്റിക്കൽ പവർ ഷുഡ് ബി വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വർക്കിംഗ് ക്ലാസ് ആൻഡ് ദ റൈറ്റ് ഫോർ പ്രോപ്പർട്ടി ഷുഡ് ബി അബോളിഷ്ഡ്. പൊളിറ്റിക്കൽ പവർ വർക്കിംഗ് ക്ലാസ്സിൽ ഹാൻഡ്സിലുണ്ടെങ്കിൽ എന്താണ്, ആൻഡ് ദ റൈറ്റ് ഫോർ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഷുഡ് ബി അബോളിഷ്ഡ്. അത് മാത്രമല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി അബോളിഷ് ചെയ്യും കൂടി വേണം അല്ലേ. പ്രൈവറ്റ് പ്രോപ്പർട്ടി അബോളിഷ് ചെയ്യണം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരാളെ ഓർമ്മ വരണം. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആരാണത്? കാൾ മാർക്സ് ആണോ, ഏംഗൽസ് ആണോ, ലെനിൻ ആണോ, ചെഗുവേരയാണോ? കാറൽ മാർക്സ് ആണ് അല്ലേ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഷുഡ് ബി അബോളിഷ്ഡ് എന്ന വാക്കിൽ നിന്ന് നമ്മൾ കാറൽ മാർക്സിനായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പൊളിറ്റിക്കൽ പവർ ഷുഡ് ബി വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വർക്കിംഗ് ക്ലാസ് ആൻഡ് ദ റൈറ്റ് ഫോർ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഷുഡ് ബി അബോളിഷ്ഡ്. ഓക്കെ, ഇതാണ് കാൾ മാർക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കൊട്ടേഷൻ തന്നെയാണ്. ഓക്കെ, വർക്കിംഗ് ക്ലാസ്സിൻ്റെ കയ്യിൽ എന്ത് വേണം? പൊളിറ്റിക്കൽ പവറും വേണം, പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി തുടച്ചു നീക്കണം, എങ്കിൽ മാത്രമേ ഒരു ഇക്വാലിറ്റി ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ 16ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്യാപിറ്റലിസം ആണ് പറയുന്നത് കേട്ടോ. അഡ്വാൻറ്റേജ് അല്ല, ഡിസഡ്വാൻറ്റേജ് ആണ്. പെർമിറ്റിംഗ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ടു എക്സ്പ്ലോയിറ്റ് എവറി സിറ്റുവേഷൻ, ക്രിയേറ്റ്സ് മൊണോപ്പൊളി, സെൻട്രലൈസേഷൻ ഓഫ് മണി ആൻഡ് പവർ ഇൻ ഫ്യൂ ഹാൻഡ്സ്, ഓൾ ഓഫ് ദിസ്. തീർച്ചയായിട്ടും എന്തായിരിക്കും ഉത്തരം? കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ക്യാപിറ്റലിസത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓൾ ഓഫ് ദീസ് തന്നെയാണ്. ഓൾ ഓഫ് ദീസ് ആണ് ക്യാപിറ്റലിസത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അടുത്തത് വരുന്നത് വൺ ഷെയർ വൺ വോട്ട് ഈസ് റിലേറ്റഡ് ടു. എന്തുമായി ബന്ധപ്പെട്ടതാണ് വൺ ഷെയർ വൺ വോട്ട് എന്നത്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്യാപിറ്റലിസം, സോഷ്യലിസം, കോർപ്പറേഷൻ, നൺ ഓഫ് ദിസ്. ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ടതാണ് വൺ ഷെയർ വൺ വോട്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വൺ ഷെയർ വൺ വോട്ട് ഈസ് റിലേറ്റഡ് ടു ക്യാപിറ്റലിസം. ഓക്കെ, അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എൻ എക്കണോമിക് റെമഡി ഫോർ എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ്. എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള റെമഡി ഏതാണ്? കോർപ്പറേഷൻ ആണോ, കമ്മ്യൂണിസം ആണോ, ക്യാപിറ്റലിസം ആണോ, സോഷ്യലിസം ആണോ? ഏതാണ്? കോർപ്പറേഷൻ ആണ് അല്ലേ. കോർപ്പറേഷൻ ഈസ് ആൻ എക്കണോമിക് റെമഡി ഫോർ എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് ഇൻ ക്യാപിറ്റലിസം മോർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു. ക്യാപിറ്റലിസത്തിൽ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? ക്യാപിറ്റലിസത്തിൽ ആർക്കാണ് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റിന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉത്തരം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. മോർ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 20ാമത്തെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിമിലാരിറ്റി എന്താണ്? ക്യാപിറ്റലിസവും കോർപ്പറേഷനും തമ്മിലുള്ള സിമിലാരിറ്റി. ബോത്ത് യൂസസ് ലേബർ ആൻഡ് അതർ ഫാക്ടേഴ്സ് അറ്റ് ലോവർ റേറ്റ്. രണ്ടുപേരും ലോവർ റേറ്റിന് ലേബറിനെയും ഫാക്ടേഴ്സിനെയും ഒക്കെ യൂസ് ചെയ്യും. ബോത്ത് എംപ്ലോയി വെൽ പെയ്ഡ് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. ബോത്ത് ഡിപ്പെൻഡ് അപ്പോൺ ബിസിനസ് എഫിഷ്യൻസി. ഇതിലേതാണ്? ഇതെല്ലാം ബാധകമാണെന്ന് പറയാം കേട്ടോ. ഓൾ ഓഫ് ദീസ് പറയാം. കാരണം ഇതെല്ലാം എന്തുണ്ട്? കോർപ്പറേഷനും ഉണ്ട്, ക്യാപിറ്റലിസത്തിനും ഉണ്ട്. സോ നമുക്ക് അത് മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാം, ഇത് രണ്ടും ഓൾ ഓഫ് ദീസ് ഇതിൻ്റെ ഉത്തരമാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് വോളണ്ടറി അസോസിയേഷനും ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റും ഒക്കെ ഗൈഡ് ലൈൻസ് ആയിട്ടുള്ളത് എവിടെയാണ്, ഏത് സിസ്റ്റത്തിലാണെന്നാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. ക്യാപിറ്റലിസം, സോഷ്യലിസം, കോർപ്പറേഷൻ, കമ്മ്യൂണിസം എന്നൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഉത്തരം വ്യക്തമായിട്ട് അറിയാം എന്ത് തന്നെയാണ്, കോർപ്പറേഷൻ തന്നെയാണ്. വോളണ്ടറി അസോസിയേഷനും ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റും ഒക്കെ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിൽ ഭാഗമാണ്. ഓക്കെ, കാൾ മാർക്സ് ബിലോങ്സ് ടു. കാൾ മാർക്സ് ഏത് രാജ്യക്കാരൻ, സ്വദേശം ഏതായിരുന്നു? അയർലൻഡ് ആണോ, സ്വീഡൻ ആണോ, USA ആണോ, ജർമ്മനി ആണോ? ആരായിരുന്നു അദ്ദേഹം? ഒരു ജർമ്മൻ ആയിരുന്നു കേട്ടോ, ജർമ്മൻകാരനായിരുന്നു അദ്ദേഹം. ഓക്കെ, നെക്സ്റ്റ് പറയണത് ഹൗ ഈസ് ഇൻട്രസ്റ്റ് ഗിവൺ ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസ്റ്റിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കൊടുക്കുക?
എങ്ങനെയാവും ക്യാപിറ്റലിസത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? ഹൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഗിവൺ, ലെസ്സർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അങ്ങനെയാണോ കിട്ടുന്നത്? ഐദർ ബി അല്ലെങ്കിൽ ഐദർ ബി ഓർ സി. ഏതാണ്? ഹൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഗിവൺ ആണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാപിറ്റലിസത്തിൽ ഹൈ ഇൻട്രസ്റ്റ് ആണ് ക്യാപിറ്റലിന് കിട്ടുക. ഓക്കെ, അതാണ് 23യുടെ ആൻസർ. ഇനി 24 പറയുകയാണെങ്കിൽ ക്ലാസ് വാർ ഈസ് ദ ഔട്ട്കം ഓഫ്. ക്ലാസ് വാർ എന്തിൻ്റെ ഔട്ട്കമാണ്? നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാസ് സ്ട്രഗിൾ, ക്ലാസ് വാർ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ് കണ്ടിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണേ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ക്ലാസ് വാർ ഈസ് ദ ഔട്ട്കം ഓഫ്. ആരുടെ ഔട്ട്കമാണ്? തീർച്ചയായിട്ടും ക്യാപിറ്റലിസത്തിൻ്റെ ഔട്ട്കം തന്നെയാണ് അല്ലേ. ക്ലാസ് വാർ, ക്ലാസ് സ്ട്രഗിൾ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മെൻ, ഇതെല്ലാം എന്തിൻ്റെയാണ്? ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഫീച്ചേഴ്സാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം ആർ. മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് മോട്ടീവ്, ക്ലാസ് കോൺഫ്ലിക്റ്റ്, ഓൾ ഓഫ് ദി എബോവ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്ത് നമുക്ക് എന്താ ഉത്തരം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇതെല്ലാം ക്യാപിറ്റലിസത്തിലുള്ളത് തന്നെയാണ്. ക്യാപിറ്റലിസം അതിൻ്റെയൊക്കെ ഭാഗമാണെന്ന് പറയും. ഓക്കെ, ഡാഷ് ഈസ് എ ഡബിൾ എഡ്ജഡ് ആക്സ് വിച്ച് സ്ട്രൈക്സ് ഓൾ ദ ഈവിൾസ് ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. അത് കേൾക്കുമ്പോൾ എന്നെ അറിയാം അല്ലേ. രണ്ടറ്റുള്ള ആക്സ്, രണ്ട് തലയുള്ള ആക്സാണ്. അത് സ്ട്രൈക്ക് ചെയ്യുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ ഈവിൾസിനെയും സ്ട്രൈക്ക് ചെയ്യും, സോഷ്യലിസത്തിൻ്റെ ഈവിൾസിനെയും സ്ട്രൈക്ക് ചെയ്യും. അതെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതെന്താണ്? തീർച്ചയായിട്ടും അതെന്താണ്? കോപ്പറേഷൻ തന്നെയാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡാഷ് ഈസ് ദ എക്കണോമിക് റെമഡി ഫോർ എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് അല്ലേ. ഓക്കെ, അത് കോപ്പറേഷൻ തന്നെയാണ്. കോപ്പറേഷൻ ഈസ് ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ്. കോപ്പറേഷൻ ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഒരുപാട് പ്രാവശ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. സെയിം തന്നെ വീണ്ടും വീണ്ടും ഒരേ മോഡൽ തന്നെ ചോദിക്കുന്നുണ്ട്. സോ ഈ ഭാഗമൊക്കെ നിങ്ങൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എന്തായാലും ഈ ഭാഗത്തുനിന്ന് വരും, അപ്പോൾ അത് മിസ്സാക്കരുത്. കോപ്പറേഷൻ ഈസ് ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ്. കോപ്പറേഷൻ ഗൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ് അല്ലേ. ഓക്കെ, ഈ 20-നകത്ത് നോക്കാം. അക്കോർഡിംഗ് ടു കാൾ മാർക്സ്, ഹൗ ഡസ് സൊസൈറ്റി അച്ചീവ് റീഫോം ഇൻ എ സോഷ്യലിസ്റ്റ് കണ്ടെസ്റ്റ്. എങ്ങനെയാണ് കാൾ മാർക്സിൻ്റെ അക്കോർഡിംഗ് ടു കാൾ മാർക്സ് ഹൗ ഡസ് സൊസൈറ്റി ഇങ്ങനെ അച്ചീവ് ചെയ്യും റീഫോംസ് ഇൻ എ സോഷ്യലിസ്റ്റ് കണ്ടെസ്റ്റിൽ എങ്ങനെ അച്ചീവ് ചെയ്യുമെന്നാണ് പോയിരുന്നത്. കാൾ മാർക്സ് എന്ന് കണ്ടാൽ നമ്മൾ ഓപ്ഷനിൽ നോക്കുക പ്രിസർവേഷനാണ്, പക്ഷെ ഇവിടെ ഡിസ്ട്രക്ഷനാണ്. അതാണ് കറക്റ്റ് കേട്ടോ. ഡിസ്ട്രക്ഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയണത് കാൾ മാർക്സ് ആണ്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വയ്ക്കും. കാൾ മാർക്സും ലെനിനും ഒക്കെ അതിന് തന്നെയാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് കേട്ടോ. ഡിസ്ട്രക്ഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായാൽ മാത്രമല്ലേ അവർ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. സോ അതിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. 30-ാമത്തെ ചോദ്യം, സയൻറ്റിഫിക് സോഷ്യലിസം ഈസ് ഓൾസോ കാൾഡ്. സയൻറ്റിഫിക് സോഷ്യലിസത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സോഷ്യലിസം എന്ന് വിളിക്കുമോ, മാർക്സിയൻ സോഷ്യലിസം എന്ന് വിളിക്കുമോ, ലെനിൻ സോഷ്യലിസം എന്ന് വിളിക്കുമോ, ഗിൽഡ് സോഷ്യലിസം എന്ന് വിളിക്കുമോ? അപ്പം നമ്മൾ വിളിക്കുന്നത് എന്താണ്? മാർക്സിയൻ സോഷ്യലിസം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എന്താ വിളിക്കുക? സയൻറ്റിഫിക് സോഷ്യലിസം ഈസ് ഓൾസോ കാൾഡ് മാർക്സിയൻ സോഷ്യലിസം. സോഷ്യലിസം ഈസ് അതർവൈസ്ഡ് കാൾഡ്. സോഷ്യലിസത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്. എക്കണോമിയിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സോഷ്യലിസത്തിൻ്റെ അറിയപ്പെടുന്ന പേരാണ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, ഞാൻ ഓപ്ഷൻ വായിക്കണില്ല, നിങ്ങൾ ഓപ്ഷൻ നന്നായി ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ഏതാണ്? സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്നാണ് ഈ സോഷ്യലിസത്തിന് പറയുന്ന മറ്റൊരു പേര്. സെൻട്രലൈസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യുക, അതാണ് സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്ത കൺട്രി ഏതാണെന്ന് ചോദിച്ചത്. വിച്ച് കൺട്രി സ്ട്രോങ്ലി റെക്കമെൻഡഡ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്? ഏതാ? ജർമ്മനി, ബ്രിട്ടൻ, സ്വീഡൻ, അയർലൻഡ്. ഏതു രാജ്യമാണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തത്? ബ്രിട്ടനാണ് കേട്ടോ. ബ്രിട്ടനാണ് ഏറ്റവും കൂടുതൽ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്തതെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൗ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വർക്ക്സ് ഇൻ. ഇപ്പോൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വർക്ക് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ലോക്കൽ സൊസൈറ്റീസിലുണ്ടോ, നാഷണൽ ഫെഡറേഷൻ, ICA, ഓൾ ഓഫ് ദീസ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഓൾ ഓഫ് ദീസ് തന്നെയാണ് ഉത്തരം. ഇതിലെല്ലാം കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഉണ്ട്. ഓക്കെ,
ഹൂ റോട്ട് ദ ബുക്ക് കോപ്പറേറ്റീവ് ഡെമോക്രസി എഴുതിയത് ആരാണ് കോപ്പറേറ്റീവ് ഡെമോക്രസി എഴുതിയത്? ഏണസ്റ്റ് പിസൺ ആണോ, ചാൾസ് കിഡ് ആണോ, JP വേർബൈസ് ആണോ, ചാൾസ് ഫൊറിയർ ആണോ? ആരാണ്? കിട്ടിക്കാണോ അല്ലേ? വാർബേസിൻ്റെ ആണ് ഡെമോക്രസി. അത് ഓർത്തു വയ്ക്കാൻ നമുക്ക് ഡെമോക്രസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാർ ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. വാർബേസ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെമോക്രസി കിട്ടാനാണ്. കോപ്പറേറ്റീവ് ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. വാറും ഡെമോക്രസിയും തമ്മിൽ കണക്ട് ചെയ്യുക, അപ്പോൾ വേഗം കിട്ടും. നെക്സ്റ്റ് 35ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് സ്കൂളിൻ്റെ പ്രോ ഫൗണ്ടർ ആരാണെന്നാണ് ചോദ്യം. റെയ്ഫിസൺ, ഷൂൾസ്, ഹൊറൈസ് പ്ലങ്കറ്റ്, ഓൾ ഓഫ് ദിസ്. എല്ലാവരും കൊടുത്തിട്ടുണ്ട്. സോ ഏതായിരിക്കും ഉത്തരം? ഉത്തരമായിട്ട് വരെ തീർച്ചയായിട്ടും ഓൾ ഓഫ് ദീസ് ആണ്. ഇവരെല്ലാം ഇതിൻ്റെ പ്രൊപ്പണൻസ് ആണെന്ന് പറയാം. അതായത് പ്രൊഫൗണ്ടേഴ്സ് തന്നെയാണ്. റെയ്ഫിസൺ ആയാലും ഷൂൾസ് ആയാലും ഹൊറൈസ് പ്ലങ്കറ്റ് ആയാലും കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് സ്കൂൾ എന്ന ആശയത്തിനെ ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ആശയം മുന്നോട്ട് വെച്ച ആൾക്കാരാണ്. ഓക്കെ. നെക്സ്റ്റ് 36 ക്വസ്റ്റ്യൻ പറയണത്, വാട്ട് പേഴ്സ്പെക്റ്റീവ് ഡസ് ലെനിൻ ഹോൾഡ് റിഗാർഡിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം? ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ജസ്റ്റ് വായിക്കാം. Irrelevance of cooperation, mere growth of cooperation is identical to socialism, cooperation hinders socialism, cooperation is a capitalist concept എന്ന് പറയുമ്പം എന്താണ് സംഭവം? കോപ്പറേഷനും സോഷ്യലിസവും തമ്മിൽ മിയർ ഗ്രോത്ത് ആണ് കേട്ടോ. മിയർ ഗ്രോത്ത് ഓഫ് കോപ്പറേഷൻ ഈസ് ഐഡൻറ്റിക്കൽ ടു സോഷ്യലിസം എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ വാരിയസ് ടൈപ്സ് ഓഫ് സോഷ്യലിസം മെൻഷൻഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്? അതായത് ഇവിടെ പ്രതിപാദിക്കുന്ന വാരിയസ് ടൈപ്പ് ഓഫ് സോഷ്യലിസംസ് ഏതൊക്കെയാണ്? മാർക്സിയൻ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, റവല്യൂഷണറി ഉണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട്. ഏതായിരിക്കും ഉത്തരമായിട്ട് വരിക? ഏതായിട്ട് ഉത്തരമായിട്ട് ഇരിക്കുക? ഓൾ ഓഫ് ദീസ് തന്നെയാണല്ലോ. ഇതൊക്കെ ടൈപ്പുകളാണ്. മാർക്സിസം സോഷ്യലിസം ഉണ്ട്, സ്റ്റേറ്റ് സോഷ്യലിസം ഉണ്ട്, റവല്യൂഷണറി സോഷ്യലിസം ഉണ്ട്. ഇതൊക്കെ ഓരോ ടൈപ്സ് ഓഫ് സോഷ്യലിസം എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. 38ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് ഹാൻഡിൽഡ് ഇൻ എ സോഷ്യലിസ്റ്റിക് സിസ്റ്റം അക്കോർഡിംഗ് ടു ഫീച്ചേഴ്സ് മെൻഷൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻസ് പറയുന്നത്, ഡിപ്പെൻഡൻ്റ് ഓൺ പ്രൈവറ്റ് എൻ്റർപ്രൈസ്, സ്റ്റേറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ഫോർ ഓൾ, നോ ഗവൺമെൻറ് ഇൻവോൾവ്മെൻറ്റ് ഇൻ എംപ്ലോയ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ഡിസൈഡഡ് ബൈ ദ കോർപ്പറേഷൻ. സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ കാര്യമാണ് പറയണത്. അവിടെ ആരാണ് എംപ്ലോയ്മെൻറ്റ്? എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത് ആരാണ് സോഷ്യലിസത്തിൽ? പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല, സ്റ്റേറ്റ് തന്നെയാണ് അല്ലേ. സ്റ്റേറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ഫോർ ഓൾ എന്നാണ് സോഷ്യലിസത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. 39ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കീ ഫീച്ചർ ഓഫ് സോഷ്യലിസം ഇൻ ടേംസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് പ്രൊഡക്ഷൻ? ഓണർഷിപ്പും കൺട്രോൾ ഓഫ് പ്രൊഡക്ഷൻ്റെയും എന്താണ് ഫീച്ചേഴ്സ് സോഷ്യലിസം ആയി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ്? ഓക്കെ, ഏതായിരിക്കും? പ്രൈവറ്റ് ഓണർഷിപ്പാണോ, കളക്റ്റീവ് ഓണർഷിപ്പാണോ, ഇൻഡിവിജ്വൽ ഓണർഷിപ്പാണോ, കോർപ്പറേറ്റ് ഓണർഷിപ്പാണോ? എന്താണ് സോഷ്യലിസത്തിൽ നടക്കുന്നത്? സോഷ്യലിസത്തിൽ നടക്കുന്നത് കളക്റ്റീവ് ഓണർഷിപ്പാണ് അല്ലേ. അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പിനൊന്നും പ്രാധാന്യമില്ല. സോ കളക്റ്റീവ് ഓണർഷിപ്പാണ് അവിടെ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ. 40ാമത്തെ ചോദ്യം വരുന്നത്, ഏണസ്റ്റ് പിസൾ ഒരു കോപ്പറേറ്റർ ആണല്ലോ. അദ്ദേഹം എവിടെ നിന്നുള്ള കോപ്പറേറ്റർ ആണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ജർമ്മനിയാണോ, ഫ്രാൻസ് ആണോ, കാനഡയാണോ, ഇംഗ്ലണ്ടാണോ? ഏതാണ് ഉത്തരമായിട്ട് വരിക? 40 ഫ്രാൻസ് ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഫ്രാൻസ് ആണ് അവിടുത്തെ കോപ്പറേറ്റർ ആണ് ആര്? ഏണസ്റ്റ് പിസൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബുക്ക് കോപ്പറേറ്റീവ് റിപ്പബ്ലിക് ഈസ് റിട്ടൺ ബൈ. റിപ്പബ്ലിക് ആരാണ് റിട്ടൺ ചെയ്തത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. റിപ്പബ്ലിക് ഏണസ്റ്റ് പിസളാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പിസളിനെ കണക്ട് ചെയ്യാം, റിപ്പബ്ലിക്കുമായി കണക്ട് ചെയ്യാം കേട്ടോ. പിസ്റ്റളാക്കിയാലും മതി. ഓക്കെ, അല്ലെങ്കിൽ പിസ്സ എന്ന് ഓർക്കുക. റിപ്പബ്ലിക്കും പിസ്സയും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചാൽ ഈ ബുക്സും സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മറന്നു പോയില്ല, നമ്മൾ തിരിഞ്ഞു പോവില്ല, മറന്നു പോവില്ല. ഓക്കെ, അപ്പോൾ 42 ഏണസ്റ്റ് പിസലാന്ന് മനസ്സിലായല്ലോ. റിപ്പബ്ലിക്കിനെ പിസളിനി പിസ്സലോ പിസ്തളോ പിസ്സയോ അങ്ങനെ ഏതുമായിട്ടെങ്കിലും റിപ്പബ്ലിക്കിനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ,
കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എങ്ങനത്തെ ഐഡിയ ആണെന്നാണ് നെക്സ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത്. യൂറോപ്യൻ ആണോ, ഉട്ടോപ്യൻ ആണോ, പ്രാക്ടിക്കൽ ആണോ, തിയറട്ടിക്കൽ ആണോ? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ എന്താണ് ഉട്ടോപ്യൻ ആണ്. നടക്കാൻ പറ്റാത്ത ആശയങ്ങൾ വെറുതെ പറയുന്ന ആൾക്കാരെയാണ് ദിവാസ്വപ്നം കണ്ട് നടക്കുന്നവർ എന്നൊക്കെ പറയണ പോലെ ഉട്ടോപ്യ എന്ന് പറയുന്നത്. ഒരു സ്വപ്ന സാമ്രാജ്യം ഉണ്ടാവും അവർക്ക്. ഓക്കെ, ഇനി 43ാമത്തെ ചോദ്യം, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഈസ് ആൻ ഉട്ടോപ്യൻ ഐഡിയ ബിക്കോസ് ഓഫ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉട്ടോപ്യൻ ഐഡിയ? ബിക്കോസ് ഓഫ്, അതിന് കാരണമാണ് പറയണത്. ഫോറിൻ ട്രേഡ് കനോട്ട് ഓർഗനൈസ്ഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ലീഡേഴ്സ് ടാസ്ക് ഈസ് വെരി വൈറ്റൽ. ബിഗ് ഇൻഡസ്ട്രീസ് ഇൻ പ്രൈവറ്റ് സെക്ടർ കനോട്ട് ബി ലിക്വിഡേറ്റർ. ഇതെല്ലാം ഇതിന് കാരണമാണ്. ഇത് ഉട്ടോപ്യൻ ഐഡിയ ആയിട്ട് നിലനിന്ന് പോകാനുള്ള കാരണങ്ങൾ ഇതെല്ലാമാണെന്നാണ് പറഞ്ഞിട്ടോ. ഓൾ ഓഫ് ദി എബവ് ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. എങ്ങനെയാണ്? ഓൾ ഓഫ് ദി എബവ് ആണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം വരുന്നത് ധൻരാജ് രാമചന്ദ്ര ഗാഡ്ഗിലാണ്. അതായത് നമ്മുടെ DR ഗാഡ്ഗിൽ എന്ന് പറയാറില്ലേ, അദ്ദേഹം ബേസിക്കലി ആരാണ്? ബേസിക്കലി അദ്ദേഹം ഒരു ആരാണ്? എക്കണോമിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി 45th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അപ്രോച്ച് ടു സർപ്ലസ് ഇൻ എ സോഷ്യലിസ്റ്റ് സിസ്റ്റം? സർപ്ലസിൻ്റെ കാര്യം വരുമ്പോൾ സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൽ എന്ത് അപ്രോച്ചാണ് അവർ സ്വീകരിക്കുക എന്നാണ് ചോദ്യം. പ്രത്യേകിച്ച് പറയാനില്ല, സോഷ്യലിസം ആണല്ലോ. ഗോസ് ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണോ? അല്ല. അക്യുമുലേറ്റ് ഇൻ പ്രൈവറ്റ് എൻറ്റർപ്രൈസസ് ആണോ? അല്ല. ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് കോർപ്പറേഷൻസ് ആണോ? അല്ല. ഗോസ് ടു സ്റ്റേറ്റ് ആണ് കേട്ടോ. സ്റ്റേറ്റിലേക്ക് പോവുക, അതാണ് സർപ്ലസ് വന്നു കഴിഞ്ഞാൽ അവരുടെ അപ്രോച്ച്. ഹൗ ഈസ് ദ എക്കണോമിക് ഇക്വാലിറ്റി അഡ്രസ്ഡ് ഇൻ സോഷ്യലിസം അക്കോർഡിംഗ് ടു മെൻഷൻഡ് ഫീച്ചേഴ്സ്? ഏതൊക്കെയാണ് മെൻഷൻഡ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. എൻകറേജ് ഇൻ എക്കണോമിക് ഡിസ്പാരിറ്റീസ്, പിന്നെ അതുപോലെ റിഡക്ഷൻ ഓഫ് ഇൻഇക്വാലിറ്റി, പ്രൊമോഷൻ ഓഫ് ക്ലാസ് സിസ്റ്റം, ഇഗ്നോറിങ് എക്കണോമിക് ആക്ടിവിറ്റി, എക്കണോമിക് ഇക്വാലിറ്റി. ഇതൊക്കെ എന്താണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്കണോമിക് ഇക്വാലിറ്റി അഡ്രസ്ഡ് ഇൻ സോഷ്യലിസത്തിൽ അഡ്രസ് ചെയ്ത എക്കണോമിക് ഇക്വാലിറ്റി ഏതെല്ലാം? അപ്പോൾ ഏതാ ഉത്തരമായിട്ട് വരിക? റിഡക്ഷൻ ഓഫ് ഇൻഇക്വാലിറ്റി ആണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. റിഡക്ഷൻ ഓഫ് ഇൻഇക്വാലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 47th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് റോൾ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചു നോക്കണം കേട്ടോ, ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും, എന്നിട്ട് വേണം നിങ്ങൾ കറുപ്പിക്കാൻ. ഓക്കെ, 47ാമത്തെ പറയുന്നത് വാട്ട് റോൾ ഡസ് കോമ്പറ്റീഷൻ പ്ലേ ഇൻ എ സോഷ്യലിസ്റ്റ് സിസ്റ്റം ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് പ്രൊവൈഡ്? തന്നിട്ടുള്ള ഫീച്ചേഴ്സ് പ്രൊവൈഡ്. ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് നോക്കാം. പ്രൊമോട്ട്സ് ഇൻറ്റൻസ് കോമ്പറ്റീഷൻ, പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, നോ റോൾ ഓഫ് കോമ്പറ്റീഷൻ, എൻകറേജ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ, ഫേവർ കോമ്പറ്റീഷൻ എമംഗ് ഇൻഡിവിജ്വൽസ്. ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക? നോ റോൾ ഫോർ കോമ്പറ്റീഷൻ ആണ് കേട്ടോ ഇവിടെ ഉത്തരമായിട്ട് വരിക. വാട്ട് റോൾ ഡസ് കോമ്പറ്റീഷൻ പ്ലേ ഇൻ സോഷ്യലിസ്റ്റ് സിസ്റ്റം ബേസ്ഡ് ഓൺ ദ ഫീച്ചർ പ്രൊവൈഡ്? അവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ? ഇല്ലല്ലോ. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഉണ്ടോ സോഷ്യലിസത്തിൽ? ഇല്ല. നോ റോൾ ഇൻ കോമ്പറ്റീഷൻ, അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇനി 48ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് കണ്ടക്ട് ഓഫ് പ്രൊഡക്ഷൻ ഇൻ സോഷ്യലിസം? സോഷ്യലിസത്തിൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ റോൾ ഓഫ് ദ സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഉത്തരമായിട്ട് വരിക? മിനിമൽ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. സോഷ്യലിസം ആണല്ലോ. കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ഹാസ് പവർ ടു ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് പ്രൊഡക്ഷൻ, അതുണ്ട് കേട്ടോ. അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രൈമറി റോൾ തന്നെയാണ് അവരുടെ. സ്റ്റേറ്റ് ഹാസ് പവർ ടു, അപ്പോൾ അത് തന്നെയാണ് ഉത്തരമായിട്ടും വരുന്നത്. സ്റ്റേറ്റ് ഹാസ് പവർ ടു ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് പ്രൊഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ദ ബേസിക് റെമ്യൂണറേഷൻ മെയ്ഡ് ഓൺ സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിലെ ബേസിക് റെമ്യൂണറേഷൻ എന്തിൻ്റെ ബേസിലാണ് കൊടുക്കുക? ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനിലാണോ, എബിലിറ്റി ആൻഡ് അക്കോർഡിംഗ് ടു നീഡ്സ് ആണോ, പ്രൈവറ്റ് എൻ്റർപ്രൈസിൻ്റെ പേയ്മെൻറ്റ്സ് രീതിയിലാണോ, പ്രോഫിറ്റ് ഷെയറിംഗ് എമംഗ് കോർപ്പറേഷൻസ് ആണോ? എന്താണ് ഇവിടെ കൊടുക്കുന്നത്? പേയ്മെൻറ്റും റെമ്യൂണറേഷനൊക്കെ കൊടുക്കുന്നത് എബിലിറ്റി ആൻഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആണ് കേട്ടോ. ഓക്കെ, വേറൊന്നുമല്ല, എബിലിറ്റി ആൻഡ് അക്കോർഡിംഗ് ടു നീഡ്സ്. പിന്നെ 50 ക്വസ്റ്റ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. 100 ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത പാർട്ടായിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ദ എക്കണോമിക് റോൾ ഓഫ് ദ പ്രൈസ് മെക്കാനിസം ഇൻ സോഷ്യലിസം ബേസ്ഡ് ഓൺ ദിസ് ഫീച്ചേഴ്സ്? എക്കണോമിക് റോളാണ് പ്രൈസ് മെക്കാനിസം ഇൻ സോഷ്യലിസത്തിൽ.
ക്വസ്റ്റ്യൻ വായിക്കുക. പ്രൈമറി എക്കണോമിക് ഡ്രൈവർ ആണോ, മേജർ റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം ആണോ, മൈനർ റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം ആണോ, ഇഗ്നോർഡ് ഇൻ എക്കണോമിക് പ്ലാനിങ് ആണോ? എന്താ സംഭവം? മൈനർ റോൾ ഓഫ് ഇക്കണോമിക് മെക്കാനിസം ആണ് കേട്ടോ. മൈനർ റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം ആണ് ഇവിടെ എക്കണോമിക് റോൾ ഓഫ് ദ പ്രൈസ് മെക്കാനിസം ഇൻ സോഷ്യലിസം എന്ന ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സീരീസായിട്ട് നമുക്ക് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു എക്കണോമിക് സിസ്റ്റം കഴിഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് ചോദിച്ചതാണ്. ഞാൻ തിയറി പാർട്ട് പോലെ ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. കുറച്ച് മുന്നേ ആണ് ചോദിച്ചത്. നമ്മളെ PYQ സീരീസിൻ്റെ ഇടയിൽ പെട്ടുപോയ കാരണം കുറച്ച് വൈകി കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക മാത്രം പോരാ, നിങ്ങൾ ചെയ്ത് നോക്കണം. മാർക്ക് കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോഴാണ് നമുക്കതൊരു മോട്ടിവേഷൻ ആവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.